ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞുവാവയും കൂടെ ഉണ്ടായി കേട്ടോ. അതായത് ചേട്ടൻ്റെ പെങ്ങളുടെ മോക്ക് ഒരു പെണ്ണുവാവയുണ്ടായി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം കുഞ്ഞുവാവേനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അതായത് തൊടുപുഴയിലുള്ള അർച്ചന ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെ 2 മക്കളും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പിള്ളേരും ഉണ്ടായത്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഇതാണ് അർച്ചന ഹോസ്പിറ്റൽ. അവിടുത്തെ അജയ് ഡോക്ടറാണ് ഞങ്ങളെ എല്ലാവരുടെയും പ്രഗ്നൻസി ടൈമിലൊക്കെ ഞങ്ങളെ നോക്കിയത്. ഇത് റിവർ വ്യൂ ആട്ടോ. ഇതിൻ്റെ സൈഡിൽ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. പണ്ടിവിടെ ഒരു കാടൊക്കെ പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇപ്പം നല്ലൊരു റോഡൊക്കെ വന്ന് ഇവിടെ നല്ല വികസിച്ചു. ഇവിടെ കടകളൊക്കെ ഒത്തിരി വന്നു. അങ്ങനെ ആ റിവർ വ്യൂവിൻ്റെ സൈഡിലുള്ള ഒരു കടയിൽ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ വന്നു. അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുവാവയുണ്ടായതിൻ്റെ സന്തോഷം ഞങ്ങൾ ഭക്ഷണത്തിലൂടെ തീർത്തു. ഇനിയാണ് ഞങ്ങൾക്ക് കുഞ്ഞു പെണ്ണിനെ താലോലിക്കാനൊക്കെ കിട്ടിയത് അല്ലേ. എന്ത് രസമല്ലേ കുഞ്ഞുവാവകൾ കിടക്കുന്നത് കാണാനൊക്കെ ഇല്ലേ. നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണുവാവ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുട്ടികളെ. എനിക്ക് പക്ഷെ 2 ആൺപിള്ളേരാട്ടോ ഉള്ളത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെൺകുട്ടികളെ അങ്ങനെ അലങ്കരിച്ച് കാതൊക്കെ കുത്തി ഇങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വളയൊക്കെ മാലയൊക്കെ ഇടിച്ചൊക്കെ. ഇതാട്ടോ കുഞ്ഞുവാവയുടെ ചേച്ചിക്കുട്ടിയാണ് അത്. ഇതെൻ്റെ മക്കള്. ചേട്ടൻ്റെ പെങ്ങളുണ്ട് ഞങ്ങളുടെ കൂടെ, ചേട്ടൻ്റെ അളിയനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ ഹോട്ടലിൽ വന്നതാട്ട്. ചേട്ടൻ്റെ അളിയനാണ്. ഇപ്പം ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. നല്ല കടകളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയല്ലേ ഈ ഓരോ മനുഷ്യൻ്റെ കൺസെപ്റ്റ്, ഓരോ സംഭവങ്ങളാണ് ഈ കടയിലുള്ള. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈസ് ജ്യൂസിൻ്റെ ഒരു സെക്ഷൻ, ബിരിയാണി, കപ്പ ബിരിയാണി, പുട്ട് ബിരിയാണി എന്ന് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ. പിടി ഒക്കെ ഉള്ള നല്ല രസമുള്ള ഒരു ഹോട്ടൽ. നല്ല തിരക്കും അവിടെ. കുട്ടികളൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ വന്ന് ഇരിക്കുന്നത് കാണാം. ചേട്ടൻ്റെ ഇളയ പെങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ പാടും. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ മേടിച്ചു. അതെങ്ങനെ കഴിക്കണ്ടേന്ന് അറിയാൻ മേലാണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു വെച്ചു. എൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ ചാടിപ്പോണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ പാനിപ്പൂരി. പിന്നെ അപ്പവും ചിക്കൻ കറിയാണ് മേടിച്ചത്. ഇവരൊക്കെ എന്തോ കപ്പ ബിരിയാണിയോ എന്തൊക്കെയോ വാങ്ങി തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ വീട്ടിലേക്കും പോന്നു. അവർ ഹോസ്പിറ്റലിലേക്കും തിരിച്ചു പോയി. അപ്പം നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിൻ്റെ പേര് ഓൾഡ് മങ്ക് എന്നാണ്. അവിടെ നല്ല ഫുഡാണ്. പുഴയുടെ സൈഡാട്ടോ. പുഴയുടെ സൈഡെന്ന് വെച്ചാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ പുറകുവശമായിട്ട് വരും ഇത്. ആ ബേബി മെമ്മോറിയൽ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്. അതിലേ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അത് വെങ്ങല്ലൂരാണ് ചെന്ന് ബ്രാഹ്മിൻസിൻ്റെ അവിടെയാണ് ചെന്ന് നിൽക്കുന്നത്.